ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും കാലത്ത് തിരക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിളുന്ത് കരിവേപ്പിലയായ കാരണം ഞാൻ തണ്ടോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കടലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടല മുങ്ങി കിടക്കണ വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടലയുടെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ ആണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 വിസിൽ അടിക്കണ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കടല ഇവിടെ 5 വിസിൽ വന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1.5 സവാള എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 10 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇതേപോലെ 2 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി അധികം വേണ്ട. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിളുന്ത് കരിവേപ്പില ആയതുകൊണ്ട് ഞാൻ തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴും ഞാൻ തീയെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പൊടികൾ കരിയെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെന്ന മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ ഒന്ന് പച്ചമണം പോണ വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു കയ്യിൽ കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഞാൻ ഈ മസാലയിൽ നിന്ന് ഒരു 3/4 ഭാഗം മസാല നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മസാലയിൽ നിന്ന് ഇത്ര മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഞാൻ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കടലയും മസാലയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല കണ്ടു. നല്ല ഇപ്പം തന്നെ കാണാൻ എന്തൊരു ഇതാണ്. അതേപോലെ തന്നെയാണ് ഈ കടലക്കറിയുടെയും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവണം നമ്മുടെ മസാല. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കടലക്കറി ഉണ്ടാവും. ഇപ്പം ഞാൻ നമ്മുടെ മസാല അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കടലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കടലയിലേക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് കടലയുടെ എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്കിത് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കടലക്കറി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഈ കടലക്കറിയുടെ ചാറിൻ്റെ അളവ് തീരുമാനിക്കാം. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് പുട്ടിൻ്റെ കൂടെയാണ് ഇത് കഴിക്കണത്. അപ്പോൾ ഒത്തിരി ചാറ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് പുട്ടിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്യാണ്. അപ്പം ഞാൻ ഇത്ര അധികം പുട്ടൊന്നും കഴിക്കില്ല കേട്ടോ, ഞാനിതിൻ്റെ പകുതി പുട്ട് കഴിക്കുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് സെർവ് ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.